നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിൻ അഥവാ തലച്ചോറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തലച്ചോറിനെ സംരക്ഷിക്കാനും ആക്റ്റീവ് ആക്കാനുമായി എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ശരിയായ ഉറക്കം. നമ്മുടെ ശരീരത്തിന് വേണ്ട കുറെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലൂടെയാണ്. ഈ നല്ല ഉറക്കം മൂലം ശരീരത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു. പക്ഷേ രാത്രിയിൽ ചില ആളുകൾക്ക് നല്ല ഉറക്കം സാധ്യമല്ല. രാത്രിയിൽ ശരിയായ ഉറക്കം കിട്ടാത്തവർക്ക് വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ അഥവാ ധ്യാനം, സാവധാനവും ദീർഘമുള്ള ശ്വസനം, യോഗനിദ്ര എന്നിവ പരിശീലിക്കാം. ഇതിലൂടെ നല്ല ഉറക്കം സാധ്യമാകുന്നു. രണ്ടാമതായി വ്യായാമം ശീലിക്കുക. വ്യായാമം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യോഗ, ഒപ്പം കുറച്ച് ജോഗിംഗ്, നടത്തം ഒക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. വ്യായാമത്തിലൂടെ നമുക്ക് എൻഡോർഫിൻ എന്ന ഹോർമോൺ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ മാറ്റാൻ എൻഡോർഫിൻ എന്ന ഹോർമോൺ കൊണ്ട് സാധിക്കുന്നു. നമ്മളെ സ്മാർട്ടാക്കാനും സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സഹായിക്കുന്നു. യോഗ ചെയ്യുന്നതിലൂടെ നമ്മളെ സ്മാർട്ടാക്കാനും ഒപ്പം നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കാനുമായി സാധിക്കുന്നു. അതുവഴി നമ്മൾക്ക് സന്തോഷമായി ഇരിക്കാനും ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുമായി സാധിക്കുന്നു. മൂന്നാമതായി ഓരോ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം പഠിക്കുക, പുതിയ സ്കില്ലുകൾ പഠിക്കുക. പ്രായമായാലും കൂടുതലായി പഠിക്കാൻ തുടങ്ങുക. നമുക്ക് പകുതി വെച്ച് നിർത്തിയ പഠനങ്ങളൊക്കെ ഉണ്ടാവും, അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ പുതിയതായ വിഷയങ്ങൾ എടുത്ത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പഠിക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും പുതിയ സ്കില്ലുകൾ പഠിക്കുന്നതിലൂടെയും ഒക്കെ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം കൂടുന്നു. അതുപോലെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ നേടുമ്പോൾ, അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ പ്രായത്തിലും ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് അഭിനന്ദിക്കുമ്പോഴൊക്കെ നമുക്ക് തലച്ചോറിൽ നല്ല ഹോർമോണുകളുണ്ട്. അതിലൊരു ഹോർമോണായ ഡോപ്പമിൻ ഹോർമോൺ, അതിനെ ഹാപ്പി ഹോർമോൺ എന്നുകൂടി പറയുന്നു. അത് ഡോപ്പമിൻ എന്ന ഹാപ്പി ഹോർമോൺ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുമൂലം നമ്മൾ ഹാപ്പി ആയിരിക്കാനും സന്തോഷമായിരിക്കാനും അതുവഴി നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യവും ഉറപ്പുവരുത്തുന്നു. നാലാമതായി പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യുക, യാത്രകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലുള്ള വേറൊരു ഹാപ്പി ഹോർമോണായ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതും നമുക്ക് ഹാപ്പി ആയിരിക്കാനും സന്തോഷകരമായി ജീവിതം ആസ്വദിക്കാനും അതുവഴി തലച്ചോറിനെ സ്മാർട്ടാക്കാനും തലച്ചോറിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു. അഞ്ചാമതായി നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ, ഹസ്ബൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ഓക്സിറ്റോക്സിൻ എന്ന ഒരു ഹാപ്പി ഹോർമോൺ ഈ അവസരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഇതെല്ലാം കൊണ്ട് നമുക്ക് സാധിക്കുന്നു.